താക്കോലിങ്ങ് താടാ. കരമന സിന്ധുവിന് കോളത്തല്ലോ, ഇതിനെ എവിടെ നിന്ന് കിട്ടി? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിന്റെ അണപ്പല് ഞാൻ അടിച്ചു തെറിപ്പിക്കും. താക്കോല് താടാ. മോളെ വാ മോളെ വാ. അവളുടെ കൂടെ ഒരു സ്ത്രീയുണ്ട്. അവൾ എന്തിനാ ഇവിടെ വന്നേ? ആ അതാ ഞാനും ആലോചിക്കുന്നത്. വല്ല കാമുകന്മാരും ഉണ്ടാവോ? എന്തായാലും അവൾ ആ ടൈപ്പൊന്നുമല്ല. തീപ്പൊരിയുടെ അടുത്തേക്ക് മൂളി പണ്ട് വല്ലതും വരുവോ? പക്ഷേ എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ട്. വാ മോളെ. അയ്യോ, ഇത്രയും വലിയ മുറിയൊന്നും എനിക്ക് വേണ്ട. ഇതിനൊക്കെ ഒത്തിരി വാടകയാവില്ലേ? മോള് പേടിക്കാൻ നിക്കണ്ട, ഇത് തൽക്കാലത്തേക്കാ. നാളെ മുറി മാറിത്തരും. ഓ അതെ, ഇതൊരു ജീവകാരുണ്യ സംഘടന നടത്തുന്ന സ്ഥാപനമാ. ഇതിന്റെ മാനേജർ ഒരു മാഡമാ. അവര് വന്ന് കഴിയുമ്പോഴത്തേക്കും നാളത്തേക്ക് മുറി മാറിത്തരും. ഇവിടെ പെൺകുട്ടികൾ മാത്രല്ലേ പേയിങ് ഗസ്റ്റ് ആയിട്ടുള്ളൂ? അത്രേ ഉള്ളൂ. പിന്നെ ചില ആണുങ്ങളൊക്കെ വരും. അവരുടെ ഭാര്യമാര് കൂടെ ഉണ്ടാവുമല്ലോ, അവരെ കാണാനായിട്ട്. അവരെ കണ്ടിട്ട് അവരങ്ങ് പൊയ്ക്കോളും. ഈ PG-യിൽ കൂടുതലുള്ളത് വർക്കിംഗ് വുമൻസാ. അല്ല, മോൾക്ക് കുടിക്കാൻ തണുത്തത് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. എങ്കിലേ കുളിച്ച് ഫ്രഷ് ആവ്. ആന്റി ഇപ്പൊ വരാവേ. ആന്റി, എന്താ മോളെ? ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ മോളെ ഇത്? നിന്നെ കുഴപ്പത്തെ കൊണ്ടുവന്ന് ഞാൻ ചാടിക്കൂ? എനിക്കും നിന്റെ പ്രായത്തിലൊരു മോളുള്ളതല്ലേ. സമാധാനായിട്ടിരിക്കുന്നേ. എന്റെ മോളെ ഞാൻ കല്യാണം കഴിപ്പിച്ചു വിട്ടു. നിന്നെ വിഴുങ്ങാൻ വരും ഇപ്പൊ ഒരു കീചകൻ. എന്താ ദൈവമേ? എന്താ മോനെ? ആരെങ്കിലും ഇറങ്ങി പോവാൻ പറഞ്ഞാ ഇറങ്ങി അങ്ങ് പോകുന്നതാണോ ശരി? അത്രേ ഉള്ളോ അമ്മയ്ക്ക് ചെമ്പകമംഗലമായിട്ടുള്ള ബന്ധം? ഇതാരെങ്കിലും അല്ല മോനെ പറഞ്ഞത്, അമ്മയാ. മുത്തശ്ശി ദേവമ്മയോട് അങ്ങനെ പലതും പറയും. അതൊക്കെ സ്നേഹമില്ലാഞ്ഞിട്ടാണോ? എന്ന് ദേവമ്മ പറയുന്നില്ല. പക്ഷേ ഇനി ദേവമ്മ ചെമ്പകമംഗലത്തേക്ക് തിരിച്ചു വരുന്ന മോൻ പ്രതീക്ഷിക്കരുത്. അങ്ങനെയൊന്നും അറുത്ത് മുറിച്ച് പറയില്ലേ ദൈവമേ. ഞാൻ പറയുന്നത് ദൈവം ഒന്ന് കേൾക്കണം. ഓവർ. ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ഓട്ടോ പാളയത്ത് വെച്ച് പിടികൂടിയിട്ടുണ്ട്. ഓവർ. അമ്മേ, മീനാക്ഷിയെ കൊണ്ടുപോയ ഓട്ടോ പിടികൂടിയിട്ടുണ്ട്. ഡ്രൈവർ ക്യൂക്ക്. സർ. സത്യം പറടാ, ആ സ്ത്രീയെയോ ആ പെൺകുട്ടിയോ എവിടെ കൊണ്ടാക്കിയത്? അങ്ങനെ ഒരു സ്ത്രീയും കുട്ടിയും എന്റെ ഹോട്ടലിൽ കയറിയില്ല സാർ. അത് ശരി. അപ്പൊ നീ പഠിച്ച കള്ളനാ. സത്യം നീ പറയില്ല? സത്യം നിന്റെ നാവിന്ന് വരുന്നത് ഞാൻ കാണിച്ചു തരാടാ. സർ, ഇവ സത്യം പറയുന്നില്ല സർ. ഇവനെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുമല്ലോ. അമ്മ കണ്ട ഓട്ടോറിക്ഷ ഇത് തന്നെയല്ലേ? നമ്പർ ഇത് തന്നെയല്ലേ? അതെ അതെ. യെസ് സർ. ഇനി നമ്മുടെ ശൈലിയിൽ ഇവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. അവരെവിടെ കൊണ്ടാ വിട്ടത്? പറയാം സാർ, എന്നെ ഒന്നും ചെയ്യരുത്. നീ അവരെവിടെ കൊണ്ടുവിട്ടത്? കാമുഹൃദയം ഹോട്ടലിലാ സാർ.
എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടാം. ഇവനെ കൂടി എടുത്ത് ജീപ്പിലേക്ക് വെച്ചേക്ക്. നടക്കണം അങ്ങോട്ട്. മാമേ, നീ ഒരു കാര്യം ഇല്ല, നീ ഇവിടെ ഇരിക്കേ. നീ ഇരിക്കേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇരിക്കേ. ഇവളിത് എവിടെ പോയി? താനൊന്ന് ബഹളം വെക്കാതടോ. അവളിപ്പെങ്ങ എത്തും. നമ്മുടെ പഴയ ല്ലോ കരമന സിന്ധു. ഞാൻ വിളിക്കാം. ഞാൻ കരമനയെ കാത്തിരിക്കായിരുന്നു. വാ കേറി വാ. വാ ഇരി. എവിടെ കൊണ്ടുവന്നിട്ടില്ലേ? പിന്നെ സിന്ധു ഒരു കാര്യം വെച്ചാലേ അത് ചെയ്യാതിരിക്കോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഫ്രഷ് ആണോ? ഫ്രഷ്. പ്രായം ഒരു 17. സത്യം? സത്യം. ഇന്ന് രാത്രി തന്നെ ബോംബയ്ക്ക് കടത്താം. അതെന്ത് വേണമെങ്കിലും ചെയ്തോ, എന്റെ ഏർപ്പാട് തീർക്ക്. പറഞ്ഞോ, എത്ര വേണം? 5 ലക്ഷം. 5 ലക്ഷോ? ആ വേണം. അതിസുന്ദരിയായ 17 വയസ്സുള്ള കുട്ടിയാ. തികച്ചുണ്ട്, ഒരു കുറവും വരുത്തണ്ട. അവളേത് മുറിയില്ല? 302. അപ്പൊ ശരി. ശരിയോ? ആഹാ, അത് മീനാക്ഷി തന്നെയാ. പക്ഷേ അവളത് എങ്ങോട്ട് പോയി? എവിടെ പോയി കിടക്കൂ? എവിടെ പോയി?
ആ. ഉം. ആരാ? എന്ത് വേണം? അത് ശരി. അപ്പൊ കരമന സിന്ധു എന്ന് പറഞ്ഞ പരുന്ത് റാഞ്ച് ചെയ്താ ഈ കോഴിക്കുഞ്ഞിനെ അല്ലേ? എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ കരമന സിന്ധു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ആരാ ആരാ നിങ്ങള്? നിങ്ങൾക്ക് എന്ത് വേണം? പറയാം. അയ്യോ, എന്തിനാ നിങ്ങൾ വാതിൽ കുറ്റിട്ടെ? ആരാ നിങ്ങള്? പറയാന്ന് പറഞ്ഞില്ലടി ചക്കര്. ഞാനിപ്പോ നിന്റെ ഉടമസ്ഥനാ. നിന്നെ വിലക്ക് വാങ്ങിയ ആള്. സിന്ധു 5 ലക്ഷം രൂപയ്ക്ക് നിന്നെ എനിക്ക് വിറ്റത് കേട്ടോ മോളെ. മര്യാദക്ക് എന്നെ അനുസരിച്ചൊക്കെ പോയാ നിനക്ക് കൊള്ളാം. ഇറങ്ങണ വെളിയില്. ഇറങ്ങണ പറഞ്ഞേ. അപ്പൊ മോളെന്നെ അനുസരിക്കില്ല അല്ലേ? യൂ. വാ മോളെ ഇങ്ങോട്ട്. കൊള്ളാം. വേണ്ട, ഇങ്ങോട്ട് വരരുത്. പ്ലീസ് എന്നെ വിട്ടേക്ക്. അങ്ങോട്ടും വേണ്ട, പ്ലീസ് വേണ്ട. വേണ്ട, പ്ലീസ്. അതെ, ഒരു സ്ത്രീയും പെൺകുട്ടിയും കൂടെ വന്നിട്ട് അവരിത് എങ്ങോട്ട് പോയി? അവരപ്പം തന്നെ പോയല്ലോ. വേണ്ട, പ്ലീസ് എന്നൊന്നും ചെയ്യരുത്. പ്ലീസ് വാടി ഇങ്ങോട്ട്. വിടാനല്ലേ പറഞ്ഞു. വിട്. നിക്ക് മോളെ. ഈ അനുസരിച്ചില്ലെങ്കിലേ ഒന്ന് കുഴിച്ചുപൊടിക്കളെ ഞാൻ. നിനക്കെന്നെ അറിയില്ല. വാടി ഇങ്ങോട്ട്. ഓട്ടൊന്നും വരുന്നില്ലല്ലോ.
പേടിച്ച് പന്തളത്ത് ചെന്നപ്പോ അവിടെ പന്തം കൊളുത്തിപ്പടം. മോനെ എന്ത് ചെയ്യൂടെ? അമ്മ ടെൻഷൻ ആവണ്ട. സർ, സെർച്ച് കം ഓൺ. സെർച്ച് എവരിവെയർ. ക്വിക്ക്. മോനെ മോനെ എന്താ വൈശാഖ്? ആ മീനാക്ഷി നിന്നെ കണ്ടോ? മീനാക്ഷി ഒന്നും അല്ല, ദേ കാർത്തിക് വന്നിരിക്കുന്നു. സാക്ഷാൽ കാർത്തിക്. പിന്നെ കൂടെ നന്ദിനി ഏട്ടത്തിയുണ്ട്. ഒരു വണ്ടി പോലീസ് വേറെ. അവര് ഈ ഹോട്ടൽ റെയ്ഡ് ചെയ്യോ? നമ്മളെ പിടികൂടോ? പിടികൂടും, അത് ഉറപ്പാ. എടോ, നിനക്ക് എന്നെ ഒന്ന് കൊന്നോടെ വൈശാഖേ? ലക്ഷങ്ങളാ ഞാൻ അവർക്ക് എണ്ണി കൊടുത്തത്. അനുസരിച്ചില്ലെങ്കിൽ ദൈവമേ, ഒരു കൊടുങ്കാറ്റടിച്ച് എല്ലാം തകർന്നിരുന്നെങ്കിൽ. നീ എന്തെങ്കിലും കണ്ണടച്ച് നിൽക്കുന്നേ? ഞാനേ ആലത്തൂർ ഹനുമാനോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ദേമവാ. come on. തുറക്കാൻ. വാതിൽ തുറക്കാൻ. തീർന്നു, നമ്മുടെ കഥ തീർന്നു. എന്നെ രക്ഷിക്കണേ, പ്ലീസ് ഒന്നും ചെയ്യല്ലേ, പ്ലീസ്. ഡോർ തുറക്കാൻ. ആരാ? വാതിൽ തുറക്ക്, ഇല്ലെങ്കിൽ ഞങ്ങൾ ചവിട്ടി തുറക്കും. ആരാത്? വാതിൽ തുറക്കാൻ. എന്താ സർ? ഇതിനകത്ത് ആളുണ്ട്, പക്ഷെ തുറക്കുന്നില്ല. തുറക്കടാ. എടാ വാതിൽ തുറക്കാൻ. വാതിൽ തുറക്കാൻ. തുറക്കാനാ പറഞ്ഞേ. ആരെങ്കിലും വരണേ.
മീനാക്ഷി വാതിൽ തുറക്ക്. മീനാക്ഷി മോളെ തുറക്ക്. മീനാക്ഷി മോളെ തുറക്ക്. മീനാക്ഷി അയ്യോ